മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പഠിക്കുന്ന കുട്ടികളിൽ രണ്ടാമത്തെ സെമസ്റ്ററിൽ പഠിക്കുന്ന ബേസിക് പേപ്പറാണ് മാനുഫാക്ചറിംഗ് ടെക്നോളജി. ഈ ഒരു സബ്ജക്റ്റിന്റെ ഓവറോൾ ഒരു റിവ്യൂ തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷൻ ചെയ്യുന്നത്. ആക്ച്വലി എക്സാമിനോട് അടുത്ത് നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം എക്സാമിനെ അഭിമുഖീകരിക്കാൻ എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. നിലവിൽ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്ന 4 മൊഡ്യൂളുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് തുടർന്നുള്ള വീഡിയോകളിലും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോകളിൽ ഓൾറെഡി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നത് എന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. നമുക്കറിയാം പ്രധാനമായിട്ടും 4 മൊഡ്യൂളുകളാണ് അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിലുള്ളത്. 4 മൊഡ്യൂളുകൾ. അപ്പൊ ഈ ഓരോ മൊഡ്യൂളുകളിലും അതിൻ്റെതായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓരോ ടോപ്പിക്സ് ആണെന്ന് അറിയാം. പ്രധാനമായിട്ടും ഒന്നാമത്തെ മൊഡ്യൂളിന്റെ ഒരു കോർ എന്ന് പറയുന്നത് ഫൗണ്ടറി എന്ന ഒരു ട്രേഡ് ആണ്. ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പ്രധാനമായിട്ടും ഫൗണ്ടറി എന്നുള്ള ഒരു ട്രേഡിനെ കുറിച്ചാണ് ആക്ച്വലി പഠിക്കുന്നത്. അപ്പൊ ആ ഫൗണ്ടറി എന്നുള്ള ഒരു ട്രേഡുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ പറയേണ്ടി വന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഫൗണ്ടറിയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്, അവിടെ എന്തൊക്കെ പ്രോസസ്സുകളാണ് അവിടെ നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോ ഈ ഫൗണ്ടറി എന്ന ടേം നമ്മൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്, അപ്പോൾ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസും അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ ആദ്യമായിട്ട് പഠിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു മൊഡ്യൂളിൽ ഫൗണ്ടറി എന്ന ഒരു ഭാഗത്തിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നത്. ഈ ഫൗണ്ടറി ഇപ്പൊ നമുക്കറിയാം എന്താണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ കാസ്റ്റിംഗ് എന്നുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്കിൽ അതിന് ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആദ്യത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഫൗണ്ടറി സെഷൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫൗണ്ടറിയിലൂടെ വേണം നമ്മൾ ഒരു സാൻഡ് മൗൾഡിങ് അല്ലെങ്കിൽ ഒരു സാൻഡ് കാസ്റ്റിംഗ് പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ഫൗണ്ടറി എന്ന ആ ഒരു ട്രേഡിലൂടെ അല്ലെങ്കിൽ ആ ഒരു വർക്ക്ഷോപ്പിലൂടെയാണ് ഈ ഓരോ പ്രോസസ്സും നടന്നു പോരുന്നത്. അപ്പോൾ ഫൗണ്ടറിനെ കുറിച്ചിട്ട് പ്രധാനമായിട്ട് ഇത്ര തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ ആ കാസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്ന ആ ഒരു വർക്ക്ഷോപ്പാണ് ആക്ച്വലി ഫൗണ്ടറി എന്ന് പറയുന്നത്. അപ്പോൾ സാൻഡ് മൗൾഡ് കാസ്റ്റിംഗ് ആണ് പ്രധാനമായിട്ടും അതിന്റെ ഒരു കോർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇങ്ങനെ സാൻഡ് മൗൾഡ് കാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് അപ്പൊ മൗൾഡിങ് സാൻഡ് വെച്ച് നമ്മൾ കാസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് അവിടെ ആദ്യം തന്നെ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് പാറ്റേൺ എന്നുള്ളത്. അപ്പോ നമ്മൾ എന്താണോ ഒരു പ്രൊഡക്റ്റ്, എന്ത് പ്രൊഡക്റ്റ് ആണോ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടുന്നത്, ആ ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന പ്രൊഡക്റ്റിന്റെ ഒരു ബേസ് മോഡൽ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. ആ ഒരു മോഡലിനെയാണ് നമ്മൾ ആക്ച്വലി പാറ്റേൺസ് എന്ന് പറയുന്നത്. പാറ്റേൺ അപ്പൊ നമ്മൾ എന്താണോ ഒബ്ജക്റ്റ് വരേണ്ടത് അതിന്റെ മോഡലിനെയാണ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ ആ പാറ്റേൺ എന്താണ് എന്നുള്ളത് നമ്മൾ അറിയണം. പാറ്റേണിന്റെ ടൈപ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് അറിയണം. അതേപോലെ പാറ്റേൺ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആ പാറ്റേൺസ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ് എന്നുള്ളത് അറിയണം. അതുപോലെ തന്നെ പാറ്റേൺ അലവൻസ് നമ്മൾ തോന്നിയ പോലെ ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിന്റെ അതേ ഷേപ്പിൽ തന്നെ ആ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യല്ല ചെയ്യുക. ആക്ച്വലി നമുക്ക് വേണ്ടുന്ന ആ ഒരു ഷേപ്പിനെക്കാട്ടിലും അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കൂടുതൽ സൈസിലാണ് ആ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ അത്തരം പാറ്റേൺസിന്റെ ആ ഒരു അലവൻസ് ആണ് നമ്മൾ പാറ്റേൺ അലവൻസ് എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. ദെൻ പാറ്റേൺസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫൗണ്ടറിയിൽ അടുത്തായിട്ട് പഠിക്കാനുള്ളത് മൗൾഡിങ് സാൻഡിനെ കുറിച്ചാണ്. അപ്പൊ ഈ മൗൾഡിങ് സാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമ്മൾ മൗൾഡിങ് ചെയ്തെടുക്കാൻ വേണ്ടി ഹെൽപ്ഫുൾ ആവുന്ന ആ സാൻഡ് തന്നെയാണ് ആക്ച്വലി മൗൾഡിങ് സാൻഡ് എന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാൻഡ് ഏതൊക്കെയാണ്? ഈ മൗൾഡിങ് സാൻഡിന് വേണ്ടുന്ന ചില പ്രോപ്പർട്ടീസ് അല്ലെ? നമ്മൾ ഒരു കാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? ഒരു മെറ്റലിനെ അതിന്റെ മോൾട്ടൺ ഫോമിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ അതിനെ ലിക്വിഡ് ഫോമിലേക്ക് മാറ്റി മോൾട്ടൺ മെറ്റൽ ആക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? ഒരു മൗൾഡ് കാവിറ്റിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. അപ്പൊ ഈ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ സാൻഡ് മൗൾഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു മൗൾഡിങ് സാൻഡ് ക്രിയേറ്റ് ചെയ്ത് വെക്കുകയും ആ ഒരു സാൻഡിന്റെ കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് ആക്ച്വലി നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ കറക്റ്റ് ആയിട്ട് തരുന്നത്. അപ്പോൾ അത്തരത്തിൽ വരുന്ന മൗൾഡിങ് സാൻഡിന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ അതുപോലെ തന്നെ മൗൾഡിങ് മെത്തേഡ്സ്, മൗൾഡിങ് എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ്സും അതിന്റെ മെത്തേഡ്സും അതിൽ നടക്കുന്ന പ്രോസസ്സുകളും എന്തൊക്കെയാണ് എന്നുള്ളതും ആക്ച്വലി ഈ ഒരു ഫോമിൽ നമ്മൾ പഠിക്കുന്നുണ്ട്.
ജസ്റ്റ് ഇതിന്റെ ക്രിയേഷനിൽ ചെറിയൊരു മാറ്റം വരുത്താനാണ്. ഓക്കെ, നമ്മൾ ഇതില് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിന്റെ അടുത്തൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമായിട്ട് നമ്മൾ അതിനകത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഗേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. ഗേറ്റിംഗ് സിസ്റ്റം. അപ്പൊ ആ ഗേറ്റിംഗ് സിസ്റ്റം അതിലെ എലമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതും നമ്മൾ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു മൊഡ്യൂൾ ഓവറോൾ സാൻഡ് മൗൾഡ് കാസ്റ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ. ഒരു മൗൾഡിംഗ് സാൻഡ് വെച്ചുകൊണ്ട് നമ്മളൊരു മൗൾഡിംഗ് ബോക്സ് സെറ്റ് ചെയ്യുന്നു. അപ്പൊ ആ മൗൾഡിംഗ് ബോക്സ് സെറ്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് പാറ്റേൺസ് വേണം, പാറ്റേൺ അടങ്ങുന്ന മറ്റ് ഗേറ്റിംഗ് സിസ്റ്റംസ് വേണം, മൗൾഡിംഗ് സാൻഡ് വേണം, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോ ഈ ഒരു സാൻഡ് മൗൾഡിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാൻഡ് മൗൾഡ് കാസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള അല്ലെങ്കിൽ അറിയാനുള്ളത്. അപ്പൊ ഈ ഫൗണ്ടറി എന്ന ടേമിൽ ആക്ച്വലി ആ ഒരു ട്രേഡിൽ ആക്ച്വലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സുകളെ കുറിച്ചും അതോടൊപ്പം തന്നെ അതിന്റെ ഭാഗങ്ങളെ കുറിച്ചും അതിന്റെ മെറ്റീരിയൽസിനെ കുറിച്ചും എല്ലാം നമ്മൾ ഈ ഒന്നാമത്തെ ഒരു മൊഡ്യൂളിലാണ് പഠിച്ചെടുക്കുന്നത്. അപ്പൊ വ്യക്തമായി ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ സാൻഡ് മൗൾഡ് കാസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫൗണ്ടറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി രണ്ടാമത്തെ ഒരു മൊഡ്യൂളിലേക്ക് പോകുന്ന സമയത്ത് രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് അനോട്ടേഷൻ ഒന്ന് ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ കാസ്റ്റിംഗ് ആണ്. അതിന്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്റ്റിംഗ് എന്ന പ്രോസസ്സ് എന്താണ്, അതിന്റെ ടൈപ്സ് ഏതൊക്കെയാണ്. അപ്പൊ കാസ്റ്റിംഗ് എന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആ പ്രോസസ്സ് ഏതൊക്കെ രീതിയിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തിനൊക്കെയാണ് കാസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഡൈ കാസ്റ്റിംഗ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡൈ കാസ്റ്റിംഗ് ടെക്നിക്ക്. അപ്പോ ഇത്തരത്തിലൊരു ഡൈ കാസ്റ്റിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അത് ഏതൊക്കെ രീതിയിൽ അത് നടക്കുന്നുണ്ട് ഡൈ കാസ്റ്റിംഗ്. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്താണ് ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ്, അതുപോലെ പ്രഷർ ഡൈ കാസ്റ്റിംഗ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ഈ കാസ്റ്റിംഗ് എന്താണ് എന്ന് പഠിക്കണം. അപ്പൊ അതേപോലെ അതിന്റെ ടൈപ്സിനെ കുറിച്ചും വ്യക്തമായി നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിൽ പഠിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ഡൈ കാസ്റ്റിംഗിൽ തന്നെ ആ ഒരു പ്രഷർ ഡൈ കാസ്റ്റിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹോട്ട് ചാമ്പർ ആൻഡ് കോൾഡ് ചാമ്പർ പ്രോസസ്സുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഹോട്ട് ചാമ്പർ പ്രോസസ്സും ഉണ്ട്, കോൾഡ് ചാമ്പർ പ്രോസസ്സും വരുന്നുണ്ട്. ഇതൊന്നും കൂടാതെ സ്പെഷ്യൽ കാസ്റ്റിംഗ്സ് പഠിക്കുന്നുണ്ട്. സ്പെഷ്യൽ കാസ്റ്റിംഗ്സ് നമ്മൾ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്, അതുപോലെ തന്നെ ഡിഫറെന്റ് കാര്യങ്ങൾ, പ്ലാസ്റ്റർ മൗൾഡ് കാസ്റ്റിംഗ്. അപ്പൊ ഇങ്ങനെ നമ്മൾ അപൂർവം കേസസിൽ വരുന്ന അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് യൂസ് ചെയ്യുന്ന കാസ്റ്റിംഗ്സ് ഏതൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സ്പെഷ്യൽ കാസ്റ്റിംഗ്സ് എന്നുള്ള പേരിലും അതിനകത്ത് പഠിക്കുന്നുണ്ട്. ദെൻ ഫെറ്റ്ലിംഗ് ഓഫ് കാസ്റ്റിംഗ്, അതായത് നമ്മൾ കാസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് സാൻഡ് മൗൾഡ് കാസ്റ്റിംഗ് ആയിക്കോട്ടെ, ഇനി അതല്ല അടുത്തൊരു കാസ്റ്റിംഗ് ആണെങ്കിലും, ഈ സാൻഡ് മൗൾഡ് കാസ്റ്റിംഗിലൊക്കെ ഒരുപാട് എക്യുപ്മെന്റ്സ് നമ്മൾ ക്ലബ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ആ ഒരു കാസ്റ്റിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ ഈ ക്ലബ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മൗൾഡിംഗ് ബോക്സ് ഉണ്ട് അല്ലെ, കോപ്പ്, ഡ്രാഗ് തുടങ്ങിയ ഭാഗങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മൗൾഡിംഗ് ബോക്സ് വരുന്നുണ്ട്. ആ ബോക്സിനെ ഡിസ്മാൻഡിൽ ചെയ്ത് അതിനെ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ആക്ച്വലി ഫെറ്റ്ലിംഗ് എന്നുള്ള ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫെറ്റ്ലിംഗ്. അപ്പൊ ആ ഒരു ഫെറ്റ്ലിംഗ് എന്താണ്, അത് എങ്ങനെയൊക്കെയാണ് നടത്തുക എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഈ രണ്ടാമത്തെ മൊഡ്യൂളിലാണ് പഠിക്കുന്നത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ കാസ്റ്റിംഗിന്റെ ഡിഫക്റ്റ് എന്താണ് എന്നും നമ്മൾ നീറ്റായിട്ട് പഠിക്കുന്നുണ്ട്. കാസ്റ്റിംഗ് എന്ന പ്രോസസ്സ് ചെയ്തു, അപ്പൊ ഈ പ്രോസസ്സ് എന്തുകൊണ്ട് നമ്മൾ മാനുഫാക്ചറിങ് സൈഡിൽ വേറെ എന്തെങ്കിലും പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല, അപ്പൊ കാരണം ഇതിന് വേറെ പല ഡിഫക്റ്റുകൾ വരുന്നുണ്ട്. അപ്പൊ അത്തരം ഡിഫക്റ്റിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ നമ്മൾ അതിനെ മെഷീനിങ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അത് സ്ക്രാപ്പായിട്ട് എഴുതി തള്ളേണ്ടതായിട്ട് വരും. അപ്പോൾ ഏതാണോ പ്രോസസ്സ് അതിനനുസരിച്ചുള്ള ഡിഫക്റ്റുകളും കാര്യങ്ങളും കൂടെ നമ്മൾ പഠിച്ചെടുത്താലേ അതിന് ആ ഡിഫക്റ്റ് അല്ലാത്ത രീതിയിൽ നമുക്ക് അതിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കാസ്റ്റിംഗ് ഡിഫക്ട്സിനെ പറ്റിയിട്ടും നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിൽ നീറ്റായിട്ട് പഠിക്കുന്നുണ്ട്. ദെൻ നമ്മൾ ആ ഒരു രണ്ടാമത്തെ മൊഡ്യൂളിന്റെ സെക്കൻഡ് ഹാഫ് ആയിട്ട് പഠിക്കുന്നത് മെക്കാനിക്കൽ വർക്കിംഗ് ഓഫ് മെറ്റൽസ് ആണ്. മെക്കാനിക്കൽ വർക്കിംഗ് എന്താണ്, അത് ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഹോട്ട് വർക്കിംഗും ഉണ്ട്, കോൾഡ് വർക്കിംഗ് വരുന്നുണ്ട്. അപ്പോ ബേസിക്കലി ഇപ്പൊ ഒരു മെറ്റലിന്റെ മേലെ നമ്മളൊരു മെക്കാനിക്കൽ ആക്ച്വേഷൻ നടത്തി കഴിഞ്ഞാൽ അതൊരു മെക്കാനിക്കൽ വർക്കിംഗ് ആണ് ആക്ച്വലി.
ഒരു പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഞാനൊരു വർക്ക് പീസ് എടുത്തു, ആ വർക്ക് പീസിന്റെ മുകളിലേക്ക് ഒരു പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മെക്കാനിക്കൽ വർക്കിംഗ് ആണ് ആക്ച്വലി. പക്ഷേ അത് ഏതൊക്കെ രീതിയിൽ? അപ്പൊ അതിൽ തന്നെ നമ്മളൊരു റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന് എബോവ് ചെയ്യുകയാണെങ്കിൽ അത് ഹോട്ട് വർക്കിംഗ് ആണ്. അതല്ല, റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന് ബിലോ ചെയ്യുകയാണെങ്കിൽ അത് കോൾഡ് വർക്കിംഗ് ആണ്. തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഈ മെക്കാനിക്കൽ വർക്കിംഗിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ പൗഡർ മെറ്റലർജി എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ രണ്ടാമത്തെ മൊഡ്യൂളിന്റെ ഭാഗമായിട്ട് പഠിക്കുന്നുണ്ട്. പൗഡർ മെറ്റലർജിയിൽ പഠിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോ നിലവിൽ കാസ്റ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ മൗൾഡിംഗ് പ്രോസസ്സിലൂടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഈ സമയത്തേനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു ആക്യുറസി ആവശ്യമുള്ളതായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു എന്താ പറയാ, നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് വേണ്ടുന്നതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, അത്തരം പ്രൊഡക്റ്റുകൾ വേണ്ടുന്നിടത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് പൗഡർ മെറ്റലർജി. അപ്പൊ ഈ പൗഡർ മെറ്റലർജി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, പേരിൽ തന്നെ ഉള്ളതാണ്. ഇതിനെ ഒരു മെറ്റലിനെ അതിന്റെ പൗഡറിന്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ആ മെറ്റലിന്റെ ഫോമിൽ വെച്ചുകൊണ്ട് അതിനെ മറ്റൊരു ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുക. സോറി, ആ മെറ്റലിനെ ഒരു പൗഡറിന്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് ആ പൗഡറിന്റെ ഫോമിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, അതിനെ നമ്മളൊരു പ്രൊഡക്റ്റ് ആക്കി ഇങ്ങോട്ട് എടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ്. അപ്പോ നമ്മളൊരു സോളിഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ വല്ലാതെ പ്രഷറൈസ് ചെയ്ത് മറ്റൊരു ഫോമിലേക്ക് മാറ്റുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് മാറ്റാൻ കഴിയുന്നുള്ളൂ. നേരെ മറിച്ച് അതിനൊരു പൗഡർ ഫോമിലാക്കി അതിനെ ട്രീറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു ഫോമിലേക്ക്, അല്ലെങ്കിൽ ക്ലബ് ചെയ്തുകൊണ്ട് മറ്റൊരു ഫോമിലേക്ക് മാറ്റുമ്പോൾ കുറച്ചുകൂടെ അതിന്റെ ഇന്റേണൽ അല്ലെ മോളിക്കുലാർ സ്ട്രക്ചറിൽ തന്നെ മാറ്റം വരികയും അതിന്റെ ആ ഒരു പ്രോപ്പർട്ടീസിൽ തന്നെ നമുക്ക് ചേഞ്ചസ് വരുത്താൻ കഴിയുകയും ചെയ്യും. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ചല്ലാതെ നമ്മൾ നീറ്റായിട്ട് പഠിക്കുന്നത് നമ്മൾ ഈ രണ്ടാമത്തെ മൊഡ്യൂളിലാണ്. അപ്പൊ രണ്ടാമത്തെ മൊഡ്യൂള് കറക്റ്റ് ആയിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി മൂന്നാമത്തെ ഒരു മൊഡ്യൂളിലേക്ക് വരുന്ന സമയത്ത് ഓക്കെ, മൂന്നാമത്തെ ഈ ഒരു മൊഡ്യൂളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും വെൽഡിംഗ് പ്രോസസ് ആണ് നമ്മളുടെ ഒരു പ്രയോറിറ്റി എന്ന് നമുക്ക് പറയാനുള്ളത്. മൂന്നാമത്തെ മൊഡ്യൂളിൽ വരുമ്പോൾ വെൽഡിംഗ് എന്ന ഒരു ടേം തന്നെയാണ് നമ്മുടെ മൂന്നാമത്തെ മൊഡ്യൂളിന്റെ പ്രയോറിറ്റി ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഈ വെൽഡിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ വർക്ക്ഷോപ്പുകളിലും കാര്യങ്ങളും ഇൻഡസ്ട്രിയൽ പർപ്പസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമലി ഒരു വെൽഡിംഗ് പ്രോസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമ്മുടെ മൈൻഡിൽ വരുന്നത് ഒരു ആർക്ക് വെൽഡിംഗ് പ്രോസസ് ആണ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ പഠിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആർക്ക് വെൽഡിംഗ് എന്നുള്ളത് ഈസ് എ ഫോം ഓഫ് വെൽഡിംഗ് ഓൺലി, അല്ലെ? ഒരു ഫോം മാത്രമാണ്, വെൽഡിങ്ങിന്റെ ഒരു ഫോം മാത്രമാണ് ഈ വെൽഡിംഗ്, ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആർക്ക് വെൽഡിംഗ് കൂടാതെ എന്തുണ്ട്, ഒരുപാട് ടൈപ്സ് ഓഫ് വെൽഡിങ്സ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ വെൽഡിംഗ് ക്ലാസിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഇറ്റ്സ് ടൈപ്സ്, അല്ലെ, വെൽഡിംഗ് ടൈപ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂളിൽ വെൽഡിംഗ് പ്രോസസ്സ് എന്താണ് എന്നുള്ളതും അതിന്റെ ടൈപ്സ് ഏതൊക്കെയാണ് എന്നുള്ളതും നീറ്റായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ആർക്ക് വെൽഡിംഗ് പ്രിൻസിപ്പിളിനെ കുറിച്ചിട്ട് നീറ്റായിട്ട് പറയുന്നത് ഈ ഒരു മൂന്നാമത്തെ മൊഡ്യൂളിലാണ്. അതുപോലെ നമ്മൾ ആ ഒരു വെൽഡിംഗ് ആക്സസറീസ് എന്തൊക്കെയാണ്, അതിന്റെ സേഫ്റ്റി ഡിവൈസസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളും വളരെ നീറ്റായിട്ട് പഠിച്ചെടുക്കുന്നത്. ഇപ്പൊ ആക്സസറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇലക്ട്രോഡ് ഹോൾഡർ, അല്ലെ? ഇലക്ട്രോഡ് ഇപ്പൊ നമ്മൾ വെൽഡ് ചെയ്യണമെങ്കിൽ ഇലക്ട്രോഡ് വേണം, ആ ഇലക്ട്രോഡിനെ ഹോൾഡ് ചെയ്ത് വെക്കണം. ആ ഇലക്ട്രോഡ് ഹോൾഡർ വരുന്നുണ്ട്, അതിന്റെ കേബിൾസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇതല്ലാതെ എന്താണ് ആക്ച്വലി അതിന്റെ ഒരു ആക്സസറീസിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. എന്നാൽ സേഫ്റ്റി ഡിവൈസ്, നമ്മൾ ആ ഒരു സ്പാർക്ക് നമ്മളെ കണ്ണിലേക്ക് വരാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ചെസ്റ്റിലേക്ക് ആ ഒരു സ്പാർക്ക് എഫക്ട് ചെയ്യാതിരിക്കണമെങ്കിൽ, അപ്പൊ അതിനുള്ള സേഫ്റ്റി പ്രിക്കോഷനോട് കൂടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസിനെയാണ് നമ്മൾ സേഫ്റ്റി ഡിവൈസസ് ആയിട്ട് നമ്മളിവിടെ പഠിച്ചെടുക്കുന്നത്. കൂടാതെ വെൽഡിംഗ് ജോയിന്റ്സിനെ കുറിച്ചും വെൽഡിംഗ് പൊസിഷനെ കുറിച്ചിട്ടും നീറ്റായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ വെൽഡിംഗ് ജോയിന്റ്സ് നോക്കുന്ന സമയത്ത് ലാപ്പ് ജോയിന്റ്, ബട്ട് ജോയിന്റ് തുടങ്ങിയ ജോയിന്റ്സ് പഠിക്കുന്നുണ്ട്. ഇനി പൊസിഷൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് വെൽഡിംഗ് പറയുന്നുണ്ട്, ഹൊറിസോണ്ടൽ വെൽഡിംഗ് പറയുന്നുണ്ട്, വെർട്ടിക്കൽ വെൽഡിംഗ് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് പൊസിഷൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ വെൽഡിംഗ് ജോയിന്റ്സിനെ കുറിച്ചും പൊസിഷൻസിനെ കുറിച്ചും നീറ്റായിട്ട് പഠിച്ചു വെക്കണം. ദെൻ നമ്മൾ കാസ്റ്റിംഗ് രണ്ടാമത്തെ മൊഡ്യൂളിൽ പഠിച്ച സമയത്ത് അവിടെ പഠിച്ചിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു
കാസ്റ്റിംഗ് ഡിഫക്റ്റ് എന്നുള്ളത്. ഇതിലിപ്പോ വെൽഡിങ് പഠിച്ചു, ആ വെൽഡിങ്ങിൽ വരാവുന്ന ഡിഫക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതും നമ്മളിവിടെ നീറ്റായിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഫ്യൂഷൻ വെൽഡിംഗ് ആയി വരുന്ന, അപ്പോ ഗ്യാസ് വെൽഡിംഗ് പോലുള്ള ഒരു ടെക്നിക്ക്, ഗ്യാസ് വെൽഡിംഗ് എന്താണ്, അതിന്റെ സെറ്റപ്പ് എങ്ങനെയാണ്, കാരണം അത് സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം എക്യുപ്മെന്റ്സ്, ഇപ്പൊ നമ്മള് ഗ്യാസ് വെൽഡിങ്ങിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓക്സി അസറ്റിലിൻ ഗ്യാസ് വെൽഡിംഗ്, എക്സാമ്പിൾ പറയാണ് ഓക്സി അസറ്റിലിൻ ഗ്യാസ് വെൽഡിംഗ്. ഈ ഒരു ഓക്സി അസറ്റിലിൻ ഗ്യാസ് വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് ഓക്സിജൻ എന്നുള്ളത് ഒരു ബേണിംഗ് ഗ്യാസ് ആയിട്ടും അസറ്റിലിൻ എന്നുള്ളത് ഫ്യൂവൽ ഗ്യാസ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബേണിംഗ് ഗ്യാസും ഫ്യൂവൽ ഗ്യാസും കൂടെ നമ്മൾ ആ ഒരു മിക്സറിൽ വെച്ചുകൊണ്ട് മിക്സ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു വെൽഡിംഗ് ടോർച്ചിന്റെ ഉള്ളിൽ, അല്ലെ, വെൽഡിംഗ് ടോർച്ചിന്റെ ഉള്ളിൽ ആ ഒരു മിക്സിംഗ് പോർഷനിൽ വെച്ചിട്ടാണ് അത് മിക്സ് ചെയ്യുന്നത്. എന്നിട്ടാണ് അതിന്റെ നോസലിലൂടെ നമ്മളൊരു ഫ്ലെയിം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ സെറ്റപ്പ് എന്താണ് എന്നുള്ളത് കറക്റ്റ് പഠിക്കണം. അതോടൊപ്പം തന്നെ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലെയിംസ്, നോർമലി ഫ്ലെയിംസ് ഏതൊക്കെയാണെന്നുള്ളത്, ഇപ്പൊ ന്യൂട്രൽ ഫ്ലെയിം, കാർബണൈസിങ് ഫ്ലെയിം, അതേപോലെ തന്നെ ഓക്സിഡൈസിങ് ഫ്ലെയിം അടക്കമുള്ള ഫ്ലെയിംസിനെ കുറിച്ചും ഒരു അവബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ദെൻ മോഡേൺ വെൽഡിംഗ് ടെക്നിക്സ് നമ്മൾ നീറ്റായിട്ട് പഠിക്കുന്നുണ്ട്. മോഡേൺ വെൽഡിംഗ് ആയിട്ട് ഇന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടിഗ് വെൽഡിംഗ് ആവട്ടെ, അതല്ല മിഗ് വെൽഡിംഗ് ആവട്ടെ, സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് ആവട്ടെ, ഇതെല്ലാം നമ്മൾ നീറ്റായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടിഗ് വെൽഡിംഗ്, ടിഗ് എന്ന് പറഞ്ഞാൽ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് ആണ്, അല്ലെ, ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് ആണ് ടിഗ് വെൽഡിംഗ്. അതേപോലെ തന്നെ മിഗ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് ആണ്. അപ്പോ ഇതിന്റെ ഓരോന്നിന്റെയും ഓപ്പറേഷൻസ് എങ്ങനെയാണ്, അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് പഠിക്കുന്നത് മൂന്നാമത്തെ മൊഡ്യൂളിലാണ്. അതുപോലെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ സോൾഡറിങ് ആൻഡ് ബ്രേസിങ്, ഈ മൂന്ന് പ്രോസസ്സാണ് മെയിൻ ആയിട്ട് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. വെൽഡിംഗ് പ്രോസസ്സ്, സോൾഡറിങ് പ്രോസസ്സ്, ബ്രേസിങ് പ്രോസസ്സ്. അപ്പൊ ആക്ച്വലി ഒരു മെറ്റൽ ജോയിനിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു മൂന്ന് മൊഡ്യൂൾ കഴിയുന്ന സമയത്ത് മൂന്നാമത്തെ മൊഡ്യൂളിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മെറ്റൽ ജോയിനിങ് പ്രോസസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാലാമത്തെ ഒരു മൊഡ്യൂളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിംപ്ലി പറയാൻ പറ്റുന്ന ഒരു കാര്യം, രണ്ട് പ്രോസസ്സിനെ പറ്റിയിട്ടാണ് നാലാമത്തെ മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഒന്നാമത്തത് ഫോർജിങ് പ്രോസസ്സ്, രണ്ടാമത്തത് പ്രസ് വർക്കിംഗ് പ്രോസസ്സ്. അപ്പൊ ഈ ഫോർജിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെന്താണ്? ഇപ്പൊ നമ്മൾ ആലയിൽ ചെയ്യുന്ന കാര്യം, അല്ലെ, നമ്മൾ മലയാളികളൊക്കെ പഴയ കാലങ്ങളിൽ തൊട്ട് കണ്ടുവരുന്ന ആലയിൽ ചെയ്യുന്ന ആ പ്രോസസ്സ് എന്താണ്? ഫോർജിങ് ആണ്. അപ്പോൾ ഒരു മെറ്റലിനെ ചുട്ടുപഴുപ്പിച്ച് അതിനെ മറ്റൊരു ഫോമിലേക്ക് ആക്കുന്നതാണ്. അപ്പൊ ആ ഒരു വർക്ക് പീസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ചൂടാക്കി മാറ്റി ആ ചൂടോട് കൂടി ഹാമർ കൊണ്ട് അടിച്ച് അതിനെ മറ്റൊരു ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുക, അല്ലെ. അതിന് ഹാമർ കൊണ്ട് അടിച്ചോളണം നിർബന്ധമില്ല. അതിന് ഫോർജിങ് ടൂൾസ്, ഒരുപാട് തരം ടൂൾസ് ഉണ്ട്. അത്തരം ടൂൾസിന്റെ ഹെൽപ്പോട് കൂടി എന്ത് ചെയ്യാം, അതിനെ മറ്റൊരു ഫോമിലേക്ക് മാറ്റിയെടുക്കാം. അപ്പൊ ഈ ഫോർജിങ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ്, ഫോർജിങ് എന്താണ്, അതിന്റെ ടൈപ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നീറ്റായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നാലാമത്തെ മൊഡ്യൂളിലാണ്. ഈ ഒരു ഫോർജിങ് എന്ന സബ്ജക്ട്, ഒരു ട്രേഡ് പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിലെ പ്രധാനപ്പെട്ട ടൂളുകൾ ഏതൊക്കെയാണ്, ഫോർജിങ് ഓപ്പറേഷൻസ് ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളും വളരെ നീറ്റായിട്ട് നമുക്ക് പഠിച്ചെടുക്കാനുണ്ട്. അപ്പൊ ഈ ഫോർജിങ് എങ്ങനെയാണോ നമ്മൾ പഠിച്ചത് അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രസ് വർക്കിംഗ് പ്രോസസ്സ് എന്താണെന്ന് പഠിക്കാനുണ്ട്. അപ്പൊ ഒരു പ്രസ്സിന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ ചെയ്യുന്ന ഒരു മാനുഫാക്ചറിങ് പ്രോസസ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ പ്രോസസ് ആണ് ആക്ച്വലി പ്രസ് വർക്കിംഗ് ഓപ്പറേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഡിഫറെന്റ് പ്രസ് വർക്കിംഗ് ഓപ്പറേഷൻസ് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്, ഞാനിപ്പോ ഓവറോൾ ഈ ഒരു സിലബസ് ആണ് ആക്ച്വലി വായിച്ചു പോകുന്നത്. ഇതിന്റെ കുറച്ചും കൂടി ഡീപ്പായ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന ഓരോരോ സെഷനിൽ ഹാൻഡിൽ ചെയ്ത് പോകാം. ഇതില് എലമെന്റ്സ് ഓഫ് എ പ്രസ്, പ്രസ്സിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ, അതേപോലെ ടൈപ്സ് ഓഫ് പ്രസ്സസ്, അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രസ്സസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ നീറ്റായിട്ട് പഠിക്കുന്നത് നാലാമത്തെ മൊഡ്യൂളിലാണ്. കണ്ണോടിച്ച് പോകുന്ന സമയത്ത് മാനുഫാക്ചറിങ് ടെക്നോളജി എന്നുള്ള ഈ ഒരു സബ്ജക്റ്റിൽ ഓവറോൾ 4 മൊഡ്യൂളാണ്. ഈ ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഫൗണ്ടറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത് എങ്കിൽ രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ കാസ്റ്റിംഗ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. മൂന്നാമത്തെ ഒരു മൊഡ്യൂളിൽ വരുന്ന സമയത്ത് വെൽഡിംഗ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും, നാലാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ
ഫോർജിങ് ആൻഡ് പ്രസ് വർക്കിംഗ് എന്നുള്ള കാര്യങ്ങളുമാണ് പഠിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്സുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഓവറോൾ ഈ ഒരു സിലബസിൽ പഠിക്കുന്നത്. ഞാനിപ്പോ ഇതിന്റെ കോമൺ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയാസ് ആണ് പറഞ്ഞു പോയത്. ഇനി അടുത്ത ഒരു സെഷനിൽ നമുക്ക് ഓരോരോ മൊഡ്യൂളും അതിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്ത് പോയി നോക്കാം. ഓക്കെ.